അത് വളരെ ഞാനത് ഏറ്റെടുക്കുക അതിന്റെ ഉത്തരവാദിത്വം എനിക്കുണ്ട്. ഉചിതമായ തീരുമാനം ആലോചിച്ച് സമയത്ത് പ്രഖ്യാപിക്കാൻ എടുക്കാനുള്ള ഉത്തരവാദിത്വം ഉള്ളതുകൊണ്ട് അല്ലല്ല എന്നെ ഇങ്ങനെ എന്താ സമയം ക്ലിപ്ത നിങ്ങൾ നിശ്ചയിക്കണ്ട. സമയം ക്ലിപ്ത തൽക്കാലം KPC പ്രസിഡന്റ് ഞാനാണ്. തൽക്കാലം സമയം ക്ലിപ്ത നിങ്ങളാരും നിർദ്ദേശിക്കേണ്ട. ആ ഉത്തരവാദിത്വം ഞങ്ങൾ നിർവഹിച്ചുകൊണ്ടേയിരിക്കുന്നു. അത് ഞങ്ങൾ ആലോചിച്ച് ചെയ്യുമെന്ന് പറഞ്ഞു കഴിഞ്ഞു. ആ കാര്യത്തിൽ അതിൽ കൂടുതൽ എന്നാ ചോദിച്ചാൽ അത് തന്നെ ഇപ്പൊ അവിടെ നിന്ന് പ്രഖ്യാപിക്കുന്നില്ല. അതായത് എനിക്കറിയില്ല. അദ്ദേഹം നിയമസഭയിൽ വരുന്നു, അദ്ദേഹം പാലക്കാട് പോയി സജീവമാകുന്നു. ഇത് സ്വാഭാവികമായി പാർട്ടിക്ക് മുകളിലുള്ള ഒരു കളിയല്ലായിരുന്നു. നോ ആൻസർ. എന്താ പറഞ്ഞേ? ശബരിമല വിഷയത്തിൽ നേരത്തെ ഇവിടെ ഒരു സുഹൃത്ത് ചോദിച്ചല്ലോ. കേരളത്തിലെ ജനങ്ങളെ നടുക്കിയ കേരള ചരിത്രത്തിലെ ഏറ്റവും വലിയ മോഷണം, സംഘടിത മോഷണം, ശബരിമലയിലെ കൊള്ള, ലൂട്ടിംഗ്. അതിന് ഹൈക്കോടതി എന്താ പറഞ്ഞത്? കുപ്രസിദ്ധ അന്താരാഷ്ട്ര മോഷക സംഘങ്ങളെ പോലെ വിഗ്രഹങ്ങള് ഓർഗനൈസ്ഡ് ലൂട്ടിംഗ് എന്ന് കേരള ഹൈക്കോടതി പറഞ്ഞ ലൂട്ടിങ്ങിൽ CPMന്റെ നേതാവ് ജയിലിൽ കിടക്കുന്നു. അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്തിട്ട് കൈരളിക്കാരെ എന്നോട് ചോദ്യം ചോദിച്ചാൽ ഞാൻ കൃത്യോത്തരം പറയും. ഇതിനേക്കാൾ ഗൗരവം ശബരിമല, അതിനേക്കാൾ ഗൗരവം. അത് അവിടെയാണ് നിങ്ങളുടെ ചോദ്യത്തിന് ആൻസിപ്പേറ്റ് ചെയ്ത് ഞാൻ മറുപടി പറയുന്നത്. ഞങ്ങളെടുത്ത ഇല്ല അവിടെ പറഞ്ഞുതരാം. അവിടെയും നിങ്ങൾ വിചാരിക്കുന്ന ഒരു പ്രതിരോധമില്ല. നിങ്ങൾക്കാണ് ധാരണ പെശക്. അതാണ് ഞാൻ പറഞ്ഞ ഉറങ്ങുന്ന ആളുകൾ വിളിച്ചു നടത്താന്ന്. ഞങ്ങളെടുത്ത നടപടികൾ സസ്പെൻഷൻ, യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് സ്ഥാനത്ത് പുറത്താക്കൽ, പാർലമെന്ററി പാർട്ടിയുടെ പുറത്താക്കൽ, പാർട്ടിയുടെ ഔദ്യോഗിക പരിപാടിയിൽ പങ്കെടുപ്പിക്കാതിരിക്കൽ, ഇതെല്ലാം ഞങ്ങൾ സ്വീകരിച്ച മാതൃകാപരമായ നടപടിയാണ്. CPM നേതാക്കൾക്കെതിരെ ഇനി അതും കൂടെ പറയാം. CPM നേതാക്കന്മാർക്കെതിരെ ലൈംഗിക ആരോപണം ഉണ്ടായിരുന്നല്ലോ. പി ശശി എന്തുകൊണ്ടാ കണ്ണൂർ ജില്ലാ സെക്രട്ടറി സ്ഥാനത്ത് മാറിയത്? പി ശശി അതിലെ പരാതി എന്തായി? ആരായിരുന്നു പരാതിക്കാരെയും ചോദിക്കുക. ആ പരാതിക്കാരന്റെ അവസ്ഥ എന്തായി? ഗോപി കോട്ടപ്പുറക്കിൽ എന്തുകൊണ്ടാ എറണാകുളം ജില്ലാ സെക്രട്ടറി സ്ഥാനത്ത് മാറിയത്? അതിലെ പരാതി എന്തായി? പരാതിക്കാരൻ ചാക്കോയെ പുറത്താക്കി. എറണാകുളത്തെ ജില്ലാ സെക്രട്ടറിക്കെതിരെ പരാതി ഉന്നയിച്ച പരാതിക്കാരൻ ചാക്കോയെ പുറത്താക്കി. കണ്ണൂരിലും പരാതിക്കാരനെ പുറത്താക്കി. മുകേഷിന്റെ പേരിൽ ഇപ്പോഴും കേസുണ്ട്. അതിന് അതീവ ഗൗരവം, ഓരോത്തിനും അതിൻ്റെതായ ഗൗരവത്തിൽ തന്നെയാണ് കോൺഗ്രസ് പാർട്ടി കാണുന്നത്. അത് ഞങ്ങൾ എടുക്കേണ്ട സമയത്ത് എടുത്തു. ഇനി കൂടുതൽ നടപടി എടുക്കുന്ന ആലോചിച്ച് ചെയ്യും. നടപടി എന്റെ സമയത്ത് എടുക്കുമെന്ന് ഞാൻ പറഞ്ഞല്ലോ. ഞാനൊരു മുതിർന്ന ഒരു സെക്കൻഡ് നിങ്ങൾ പറയുന്നത് എനിക്ക് ആശയം മനസ്സിലായോണ്ട. നിങ്ങൾ ആവർത്തിച്ച് പറയുന്ന ആശയം എനിക്ക് മനസ്സിലാവും. ഞാനൊരു കാര്യം, ഞാൻ ഒരു മുതിർന്ന നേതാവല്ല, ഞാൻ ഒരു ചെറിയ പ്രവർത്തകനാണ്. എന്നാൽ ചെറിയ ഉത്തരവാദിത്വമുണ്ട്. ആ ഉത്തരവാദിത്വം അതിൻ്റെതായ കൃത്യതയോടെ, വ്യക്തതയോടെ, ഉത്തരവാദിത്ത ബോധത്തോടെ നിർവഹിക്കുന്നതിൽ എല്ലാവരുടെയും സഹകരണം അഭ്യർത്ഥിക്കുന്നു. താങ്ക് യു ഓൾ.